വിനോദസഞ്ചാര മേഖലയായ മീൻവല്ലത്തേക്കുള്ള റോഡ് നവീകരണം പൂർത്തീകരിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഔപചാരിക ഉദ്ഘാടനം നടത്തി. MLA ശാന്തകുമാരി റോഡ് തുറന്നുകൊടുത്തു. ദേശീയപാതയുടെ നിലവാരത്തിൽ നവീകരണം പൂർത്തിയാക്കിയ തുപ്പനാട് മീൻവല്ലം റോഡിന്റെ പാറക്കനാൽ ഭാഗം വരെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മീൻവല്ലം തുപ്പനാട് റോഡ് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 3 കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റമാണ് 7.5 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിലൂടെ ഒട്ടേറെ പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങളൊക്കെ വന്നു. പ്രധാനമായും ദേശീയപാത 66 മലയാളി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പദ്ധതിയാണ്. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി NH 66. മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന പദ്ധതി. 2013 ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമില്ല എന്നുള്ളതായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ജനസാന്ദ്രത അറിഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഒരു റോഡ് നല്ല വീതി വേണമെങ്കിൽ കെട്ടിടങ്ങൾ പൊളിക്കണം, വീടുകൾ പൊളിക്കണം, അതിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ട്. സ്ഥലമില്ല, നമുക്ക് ഭൂമിയില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കാലണ ഭൂമി ഏറ്റെടുക്കലിനും ദേശീയപാത വികസനത്തിനും ഇനി കൂടുതൽ തരാനാകില്ല. തുപ്പനാട് സെന്ററിൽ നടന്ന ഉദ്ഘാടന പൊതുയോഗത്തിൽ കോങ്ങാട് MLA K ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ പലരും മടിച്ചെന്നാണ്. ഇപ്പോ ആ വളവിൽ ചില പ്രയാസങ്ങളുണ്ട്. അത് നിവർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് സർക്കാരിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് കഴിഞ്ഞാൽ ബംഗ്ലാകുന്ന് തൊട താഴെയായി പനയമ്പാടം ഒരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. 100 സ്പീഡിൽ പോകുന്നതാണ്. പനയമ്പാടം വളവ് യഥാർത്ഥത്തിൽ അത് നിവർത്തി പോകേണ്ടതാണ്. കുറെ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ അത് നിവർന്നു പോകുമ്പോൾ ശരിക്കും ഒരു വൃത്താകൃതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ വിഷയം ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. തീർച്ചയായും ഈ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക്, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ്. അവർ ഇക്കാര്യത്തിൽ എങ്ങനെ ഇടപെട്ടിട്ടുണ്ട് എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. പനയമ്പാടം വളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഇന്റർവെൻഷൻസ് MLA നിർവഹിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാതയായിരുന്നിട്ടും ഈ റോഡിലെ യാത്ര വലിയ ദുരിതമായിരുന്നു. അല്പം വൈകിയാണെങ്കിലും റോഡ് നവീകരണം പൂർത്തിയാക്കിയത് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും അനുഗ്രഹമായി. നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് MLA ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അനുബന്ധമായി മരുതങ്കാട് മുതൽ 3 ഏക്കർ വരെയുള്ള ഭാഗത്ത് 1 കോടി രൂപ ചിലവിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും MLA അറിയിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം അബ്ദുള്ളക്കുട്ടി നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്.